അപ്പോൾ ഓണമൊക്കെയാണ്. ഓണം സ്പെഷ്യലായിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോസിൽസ് ഒന്നും ഉപയോഗിക്കാതെ നല്ല എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സ്പാച്ചുല വെച്ച് ചെയ്യുന്ന ഒരു ഫ്ലവർ ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ബൗളിലായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വീതം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഒന്നിൽ റെഡ് ജെൽ ഫുഡ് കളറാണ് ചേർക്കുന്നത്. അപ്പോൾ കയ്യിൽ ലിക്വിഡ് കളറാണ് ഉള്ളതെങ്കിൽ അത് ചേർത്താലും കുഴപ്പമില്ല. കാരണം നമുക്കിത് അത്യാവശ്യം ഒരു ചെറിയൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഒരുപാട് നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം വെച്ചിട്ടൊന്നല്ല നമ്മളിത് ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഗ്രീനും അതുപോലെ റെഡും ആണ് ചെയ്യുന്നത്. ഫ്ലവർ റെഡും അതുപോലെ ഗ്രീൻ കളറിലുള്ള ലീഫും ആണ്. അപ്പോൾ ഗ്രീൻ കളർ ഞാനിവിടെ ജെൽ ഫുഡ് കളറല്ല, ലിക്വിഡ് ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ബേക്കേഴ്സിൻ്റെ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇതുപോലുള്ള ലിക്വിഡ് ഫുഡ് കളർ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നു. ജെല്ലാകുമ്പോൾ കുറച്ചുകൂടി റേറ്റ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് 2 കളേഴ്സും ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ അതുപോലെ തന്നെ കേക്കും ഞാൻ ഇവിടെ ഐസിങ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഫ്ലവേഴ്സ് എങ്ങനെ വരച്ചെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം റെഡ് കളറ് വിപ്പിംഗ് ക്രീം ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പാച്ചുലയുടെ മുകളിലാക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്നങ്ങ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് വലിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ഒരുപാട് പ്രസ് ചെയ്യരുത്, പതുക്കെ ഇതുപോലെ ഒന്നങ്ങ് താഴത്തേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് ചെറിയൊരു ഷെയ്ഡ് പോലെയായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് കുറച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക വിപ്പിംഗ് ക്രീമിൽ. എന്നിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ ഷെയ്ഡ് പോലെയുള്ള രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു കേക്ക് അതുപോലെയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പിക്ചർ ഞാൻ അവസാനം ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സാധാരണ നോസിൽസ് ഒന്നും എല്ലാവരുടെ കയ്യിൽ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കും നല്ല രീതിയിൽ തന്നെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഈ ഒരു മെത്തേഡിൽ. അപ്പോൾ ഫ്ലവറിൻ്റെ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേഞ്ച് വരുത്താം. അതുപോലെ മിക്സഡ് കളർ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയ്ഡ് വരുന്ന രീതിയിലോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കിതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നോസിൽസൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഷോപ്പിലൊക്കെ ഇപ്പോൾ സ്റ്റോക്കൊക്കെ തീർന്നു, ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ പോകുമ്പോൾ പിന്നെ നമുക്ക് ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലവർ ഡിസൈന് എല്ലാവർക്കും ചെയ്ത് നോക്കാം. അതുപോലെ ഓണം സ്പെഷ്യലായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്ന നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ മുഴുവനായിട്ടൊന്ന് ഫ്ലവേഴ്സ് ആദ്യം വരച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം അതിൻ്റെ അകത്തായിട്ട് ചെറിയൊരു വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്നങ്ങ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട്. നമുക്കൊരു 2 കളറായിട്ട് വരുന്ന ആ ഒരു രീതിയിൽ ഫ്ലവർ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനേക്കാൾ നല്ലോണം ഫ്ലവേഴ്സൊക്കെ വരക്കാൻ കഴിയുന്നവർ നിങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ അതിനനുസരിച്ച് ചെയ്യാം. ഞാനൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറിനേക്കാളും എനിക്കിഷ്ടമായത് കുറച്ച് ഇതിൻ്റെ തൊട്ട് മുന്നേ ആദ്യമായിട്ട് ഞാൻ ചെയ്തിരുന്നു ഒരു സ്പാച്ചുല വർക്ക് വെച്ചിട്ട് ഇതുപോലുള്ളൊരു ഫ്ലവർ. അപ്പോൾ അതിൻ്റെ ഒരു കളർ ബർഗുണ്ടി കളറായിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പിക്ചർ ഞാൻ ലാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ താഴത്തായിട്ട് ഒരു ലീഫ് വരച്ചതുപോലെ തോന്നാനായിട്ട് ഗ്രീൻ കളർ കൊണ്ട് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പാച്ചുല വെച്ചിട്ട് തന്നെ. അതിന് ശേഷം ലീഫിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വര വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കത്തി വെച്ചിട്ടെങ്ങാനും ഇതുപോലെ ഒന്നങ്ങ് വര വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ലീഫായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടൊക്കെ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പാച്ചുല വെച്ചിട്ടും കേക്കിനെ നന്നായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നോസിൽസ് ഒന്നും വേണമെന്നില്ല. അപ്പോൾ നോസിൽസൊക്കെ ഉള്ളവർ അതുപോലെ ചെയ്യുക. അപ്പോൾ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഡിസൈന് ഷെയർ ചെയ്തു. അത് നമ്മൾ ഇതിൻ്റെ സൈഡിൽ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. മുകളിൽ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. സൈഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കേക്ക് ബോർഡും അതുപോലെ കേക്കും സെയിം ആയിട്ടുള്ള മെഷർമെൻ്റ് ആണെങ്കിൽ കറക്റ്റായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ കേക്ക് ബോർഡ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ഫ്ലവർ വരയ്ക്കാനായിട്ട്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയൂ.
അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് എഡിബിളായിട്ടുള്ള വൈറ്റ് പേൾസ് കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് വൈറ്റ് വിപ്പിംഗ് ക്രീം കൊണ്ട് തന്നെ നടുവിലായിട്ട് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഓണം സ്പെഷ്യൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള സ്പോഞ്ച് കേക്കൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള റെസിപ്പി തന്നെയാണ്, ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്